ലാസ്റ്റ് ആയതുകൊണ്ട് ഇന്ന് ജംഗ്ഷൻ വരെ കളിയിലാണ് പ്രയാണം. വണ്ടി കൊണ്ടുവന്ന് ഈ കാട്ടിൽ വെച്ചിട്ട് നമ്മൾ അപ്പുറമുള്ള നമ്മളപ്പുറമുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഗുഡ് മോർണിംഗ്. നമ്മൾ കടന്ന് ബസ് കയറി പോകണം. അന്ന് ഭയങ്കര നേരത്തെ എത്തിയത് കൊണ്ടും ഫുള്ള് വെറുതെ ഇരുന്നത് കൊണ്ടും നമ്മൾ ഇന്ന് വളരെ ലേറ്റായിട്ടാണ് പോകുന്നത്. അന്ന് 8:08 അവിടെ എത്തി. ഇന്ന് 8:08 ഞങ്ങൾ സ്റ്റോപ്പിലെത്തി. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഫോണിൽ നോക്കാൻ പാടില്ല. ഇന്ന് 8:08 നമ്മൾ സ്റ്റോപ്പിലെത്തി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. സുഹൃത്തുക്കളെ, ഞാനിവിടെ നിൽക്കുന്ന റോഡിലാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ അറിയാം. ഞാനെന്തൊക്കെയാണ് ഇവളെന്ത് കാണിച്ചാലും കുഴപ്പമില്ല. ഇവളെ ആർക്കും അറിയത്തില്ല. ഞാൻ കാണിച്ചാൽ അവരായിരിക്കും കുറച്ച് എന്തോ പറ്റിയിട്ടുണ്ട്. ഇൻവേഡർ ടു കല്ലട. ഓ, നല്ല ഫ്രെയിമേ. ഇന്നൊരു പ്രത്യേകിച്ച് ഉറക്കം തൂങ്ങിയ ദിവസമായിട്ട് തോന്നുന്നു. എനിക്കൊന്നും എനർജി അതല്ല, ചിലർ ഉറങ്ങത്തില്ല. രാത്രി ഫോൺ കിട്ടിയിട്ടില്ല. നല്ല കുട്ടിയാണ്. അതല്ല, മഴക്കാറ് പോലെ ഉണ്ട്. അപ്പം മഴ പെയ്യുമെന്നുള്ള ടെൻഷൻ കാരണം എനിക്ക് എനർജി വന്നില്ല. ചെറിയൊരു തണുപ്പും നാളെപ്പോഴും അല്ലേ, അത്രയേ ഉള്ളൂ. നിൽക്കുന്നുണ്ടോ? ഇനി അവിടെ ചെന്നിട്ട് പറയാം. കുറച്ചധികം ലേറ്റായി ഗൈസ്. ഞാൻ ബസ്സിൽ കിടന്ന് ഉറങ്ങി. ആ വണ്ടി ഏതൊക്കെയോ മുകളിലേക്കൊക്കെ ഇറങ്ങി 1 മണിക്കൂർ ഇട്ടിട്ടാണ് ചവറയിൽ വന്നത്. അവൾ ഇരുന്ന് പ്രാന്തായി. ഞാൻ ഇരുന്നില്ല, ഞാൻ കിടന്നു. അവൾ ഇരുന്ന് പ്രാന്തായി. എടുക്കാൻ പറഞ്ഞാൽ കണുകുണ പറയാനായിട്ട് പഴഞ്ഞു ചേച്ചി. ഒരുപാട് കണുകുണ പറഞ്ഞാലും കേൾക്കുന്നവർക്ക് പോരടിക്കില്ല. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി 1.5 കിലോമീറ്ററോ 1 കിലോമീറ്റർ കൂടുതലുണ്ട് നടക്കാൻ. അപ്പം നടക്കാമെന്ന് പറഞ്ഞാൽ എനിക്കിനി പോസിബിൾ അല്ല. അതുകൊണ്ട് ഓട്ടോ കിട്ടുമെന്ന് നോക്കാം. പക്ഷെ അവിടുത്തെ സ്ഥിതി കണ്ടിട്ട് ഓട്ടോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓട്ടോ ഇല്ല അവിടെ പിടിക്കാൻ. മിക്കവാറും നടക്കേണ്ടി വരും. ഇവിടെ സമരം തീർന്നിട്ടില്ല ഗൈസ്. നമ്മൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയ സുഹൃത്തുക്കളെ 3 മണിയായപ്പോൾ ഇറങ്ങി. കാരണമൊന്നുമില്ല. രാവിലെ 9 മണിക്ക് തുടങ്ങും, 3 മണിക്ക് തീരും. ഇന്ന് രാവിലെ വന്നിട്ട് ഉച്ചവരെ മാമിനെ നോക്കിയിരുന്നത്. പുള്ളിക്കാരി കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, ബിസി ആയിരുന്നു. എന്നിട്ട് ഉച്ചവരെ ഇരുന്ന് ഉച്ചയായപ്പോഴാണ് നമുക്ക് ശരിയാക്കി തന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിയാക്കിയ പേപ്പറും കൊണ്ട് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ തൊപ്പിയൊക്കെ വെച്ച് മഞ്ഞത്തൊപ്പിയൊക്കെ വെച്ച് പിന്നെ പ്രൊഡക്ഷൻ പ്ലാന്റ് 3 സ്ഥലത്ത് പോയി. പ്രൊഡക്ഷനിലാണ് നമുക്ക് ജോലി. അവിടെ ചെന്നിട്ട് അവിടെ ഒരു ട്രെയിനിങ് ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. നാളെ തൊട്ട് നമ്മൾ ഇതാണ് അശ്വിൻ. നാളെ തൊട്ട് നമ്മൾ പണിയെടുക്കും. വീഡിയോ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ പോയിരുന്നല്ല. ഇന്ന് ഭയങ്കര നൈസായിരുന്നു. കാരണം നമ്മൾ കുറച്ച് പേരെ വെറുതെ ഇരുന്നുള്ളൂ. ഫുൾ ടൈം വെറുതെ ഇരിപ്പായിരുന്നെങ്കിലും പക്ഷെ പ്രൊഡക്റ്റീവായിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഇത്. നമ്മൾ HRM-ൻ്റെ 3 സ്ഥലത്തേക്ക് കാണിച്ചുള്ള പേപ്പർ കിട്ടും. സെക്യൂരിറ്റിയിൽ, പിന്നെ എവിടെയായിരുന്നു സേഫ്റ്റിയിൽ, പിന്നെ പ്രൊഡക്ഷൻ. എനിക്ക് പ്രൊഡക്ഷനിലാണെങ്കിൽ പ്രൊഡക്ഷനിൽ കാണിക്കും. ഞങ്ങൾ സെക്യൂരിറ്റിയിൽ പോയി. അപ്പോൾ അവിടെ ഒരു മെയിൻ സാറുണ്ട്. ആ സാറ് നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഷൂസ് കമ്പൽസറിയാണ്, പിള്ളേരെ ഡ്രസ്സ് ഇടാൻ പാടില്ല, അങ്ങനെ സേഫ്റ്റി കാര്യങ്ങളും എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് സൈനിട്ട് എന്തൊക്കെയോ എഴുതിയിട്ട് വേറെ
സേഫ്റ്റിയുടെ അടുത്തേക്ക് സെക്യൂരിറ്റി കാണാം നേരത്തെ സമയത്ത്. എന്നിട്ട് അവിടുന്ന് സേഫ്റ്റിയിൽ വിട്ടു. സേഫ്റ്റിയിൽ കുറേ ചേട്ടന്മാരിരുന്നു. നമുക്ക് കുറേ ക്യാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവിടെയും ബീച്ച്. അപ്പം അങ്ങനെ സെക്യൂരിറ്റി സാധനങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതെല്ലാം പറഞ്ഞു തന്നിട്ട് പിന്നെ ഞങ്ങൾ പ്രൊഡക്ഷൻ്റെ പ്ലാന്റിൽ പോയി. അവിടെ ചെന്ന് അവരവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ സേഫ്റ്റിയുടെ അവിടെ പോയി ഹെൽമെറ്റ് കാര്യങ്ങളും എടുത്ത് പിന്നെ അപ്പോഴേക്കും സമയം 2 മണി ആയി. നമുക്ക് ടൈം തന്നത് 9 മണി മുതൽ 3 മണി വരെയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് 9 മണി ആകുമ്പോഴേക്കും എത്തണം, 3 മണി ആകുമ്പോൾ ഇറങ്ങാം. അപ്പോൾ ഞങ്ങളൊരു 2:45 ആയപ്പോഴേക്ക് തന്ന ഹെൽമെറ്റും കാര്യങ്ങളും കൊണ്ടുപോയി തിരിച്ച് വെച്ച് അവിടെ നിന്ന് ഇറങ്ങി ഈ സ്വാതന്ത്ര്യം കാണും. അച്ഛനെ വിളിച്ച് എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ഇറങ്ങി. നാളെ തൊട്ട് ഫോൺ ഫ്രണ്ട് ഗേറ്റിൽ കൊടുക്കണ്ട, പക്ഷേ അകത്ത് ലേഡീസിന് വേണ്ടിയിട്ട് ലേഡി ഇൻറ്റേൺസിന് വേണ്ടിയിട്ട് വേറൊരു ഫോൺ വയ്ക്കാനുള്ള ഒരു ക്യാബിനുണ്ട്, അവിടെ കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഫ്രണ്ടിൽ അതറിയില്ല, എന്തോ ഞങ്ങളോട് പറഞ്ഞു ഉള്ളിലാണ് വെക്കണ്ടേ. സെക്യൂരിറ്റി സാർ പറഞ്ഞു. സെക്യൂരിറ്റിയുടെ അവിടെ ഒരു മെയിൻ സാറുണ്ട്, ആ പുള്ളിക്കാൻ അങ്ങനെ പറഞ്ഞു. സാറന്മാരെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ ചെന്ന സമയത്ത് അവിടെ എന്തായാലും ബോറടി ആയിരിക്കുമല്ലോ. ആദ്യത്തെ ദിവസം അതിന് ബോറടി ആയിരുന്നുകൊണ്ട് ഞാനൊരു നോട്ട് കാർഡ് എടുത്തു. എന്നിട്ട് നമ്മൾ അവിടുത്തെ കണ്ട സാധനങ്ങളെല്ലാം വരച്ച് ഇതിലെന്തൊക്കെയുണ്ട്. ഈ മുകളിലിരിക്കുന്ന ചെടി HR-ൻ്റെ അവിടെ രാവിലെ 2 മണിക്ക് കൂറ് പോസ്റ്റ് ആയപ്പോൾ കണ്ട ചെടിച്ചട്ടി. ദയ്യാറിയൽ. ഇത് ഞങ്ങൾ. ഇത് പ്രൊഡക്ഷനിൽ കണ്ട പ്ലാന്റ്. ഇത് സേഫ്റ്റിയിൽ സാരമില്ല, കോപ്പിറൈറ്റ് അടിച്ചിട്ട്. ഇങ്ങനെയാണ് നേരത്തെ പണി കഴിഞ്ഞിറങ്ങി നേരത്തെ ബീച്ചിലൊക്കെ വരാം. കൃപേ വാ, ഇപ്പൊ തലയും കുത്തി വീണേ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇത്രയൊക്കെയാണ് ഇന്റേൺഷിപ്പിൻ്റെ വിശേഷം. നമുക്ക് ബീച്ചിൽ വന്ന സ്ഥിതിക്ക് 2 ഫോട്ടോ പിടിക്കാം. 2 ഫോട്ടോ പിടിച്ചിട്ട് നല്ല 2 ഫോട്ടോ പിടിച്ചിട്ട് വീട്ടിൽ പോവാം. സൂപ്പറല്ലേ? അങ്ങനെ ബീച്ച് കാണിച്ചില്ല. റിച്ച് ഡാഡ് ഐസ്ക്രീം. ഗൈസ്, എല്ലാ വിശേഷവും പറഞ്ഞെന്ന് തോന്നുന്നു. അവിടെ നിന്ന് നടന്നു തന്നെ വഴിക്ക് വീഡിയോ എടുത്തപ്പം പറയാനുള്ളതൊക്കെ പറഞ്ഞ അത്രയൊക്കെ ഉണ്ടായിരുന്നു ദിവസം. മൊത്തത്തിൽ നല്ലതായിരുന്നു. പിന്നെ അവിടെ നിന്ന് 3:30 വണ്ടി കയറിയിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും 5:15 അപ്പം കുറേ നേരം ആ വണ്ടിക്കകത്ത് ഇരുന്ന് വന്ന് അതിൻ്റെ ക്ഷീണമുണ്ട്. പിന്നെ അവിടെ ഫുള്ള് വെയിലല്ലായിരുന്നു അതിൻ്റെ. അപ്പം ഇനി പോയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ബസ് ഔട്ട്